ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ ക്ലാസ് നമുക്ക് മലയാളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലെ മലയാളം പാർട്ട് 1, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെയും അതുപോലെ മലയാളം സെക്കൻഡിലെയും മുഴുവൻ പര്യായ പദങ്ങളും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാം കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അങ്ങോട്ടും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ആദ്യം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പാർട്ട് 2 പോവാം. എന്നിട്ട് നമുക്ക് മലയാളം സെക്കൻഡ് നോക്കട്ടോ. ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് നോക്കാം. അതിദ്രുതം, വളരെ വേഗത്തിൽ. അതിദ്രുതം വളരെ വേഗത്തിലാണ്. ഇനി അനുഗ്രഹീത, അനുഗ്രഹം ലഭിച്ചവൾ. അനുഗ്രഹീതാണ് കേട്ടോ, അനുഗ്രഹീത അല്ല, അനുഗ്രഹീതാണ്. അനുഗ്രഹം ലഭിച്ചവൾ. അതുപോലെ അഭിമുഖം, മുഖത്തിനു നേരെ. അഭിമുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിനു നേരെ. അറുത്തെടുക്കുക, മുറിച്ചെടുക്കുക. അറുത്തെടുക്കുക, മുറിച്ചെടുക്കുക. അഹന്ത, അഹങ്കാരം. അഹന്ത എന്താണ്? അഹങ്കാരം. ആർഭാടം, ആഡംബരം. ആർഭാടം, ആഡംബരം. ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങളാണ് ഇലച്ചാർത്തുകൾ എന്ന് പറയുന്നത്. ഇലച്ചാർത്തുകൾ എന്താണ്? ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ് ഒളിയിടം. ഓമൽ കിനാവ്, കൗതുകമുള്ള സ്വപ്നമാണ് ഓമൽ കിനാവ്. ഓമൽ കിനാവ് എന്താണ്? കൗതുകമുള്ള സ്വപ്നം. അപ്പം അതിദ്രുതം, വളരെ വേഗത്തിൽ. അനുഗ്രഹീത, അനുഗ്രഹം ലഭിച്ചവൾ. അഭിമുഖം, മുഖത്തിനു നേരെ. അറുത്തെടുക്കുക, മുറിച്ചെടുക്കുക. അഹന്ത, അഹങ്കാരം. ആർഭാടം, ആഡംബരം. ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓമൽ കിനാവ്, കൗതുകമുള്ള സ്വപ്നം. അടുത്തത് എന്താണ്? കന്നിമയ. കന്നിമയ ആദ്യത്തെ മയയാണ് കന്നിമയ. കലപിലാരവം, കലപില ശബ്ദമാണ് കലപിലാരവം. കുരുത്ത, ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. കുരുത്ത, ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. ചാർത്തുക, അലങ്കരിക്കുക, അണിയുക. അടുത്തത് ചെന്താരുകൾ. ചെന്താരുകൾ ചുവന്ന പൂക്കളാണ് ചെന്താരുകൾ. ചേറ്റി, ചേറ്റി എന്താണ്? വിതറി അല്ലെങ്കിൽ പരത്തി. ചേറ്റി, വിതറി അല്ലെങ്കിൽ പരത്തി. തൂമ, തൂമ ഭംഗി അല്ലെങ്കിൽ വെളുപ്പ്. തൂമ, ഭംഗി, വെളുപ്പ്. നീർക്കണം, വെള്ളത്തുള്ളിയാണ് നീർക്കണം. നീർക്കണം എന്താണ്? വെള്ളത്തുള്ളി. നുകർന്ന, ആസ്വദിച്ച. നുകർന്ന, ആസ്വദിച്ച. നെടുവീർപ്പ്, നീണ്ട ശ്വാസം വിടലാണ് നെടുവീർപ്പ്. പകിട്ട്, മോടി അല്ലെങ്കിൽ തിളക്കം. പകിട്ട് എന്താണ്? മോടി അല്ലെങ്കിൽ തിളക്കം. പരിഭവം, സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരമാണ് പരിഭവം. പാതയോരം, വഴിയരിക്. പുൽനാമ്പ്, പുല്ലിൻ്റെ മുളയാണ് പുൽനാമ്പ്. പ്രതിധ്വനി, മാറ്റൊലി. പ്രതിധ്വനി എന്താണ്? മാറ്റൊലി. അപ്പോൾ ചെന്താരുകൾ ചുവന്ന പൂക്കളാണ്. ചേറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിതറി അല്ലെങ്കിൽ പരത്തി. ചേറ്റി എന്താണ്? വിതറി, പരത്തി. എന്താണ്? തൂമ, തൂമ ഭംഗി, വെളുപ്പ്. നീർക്കണം, വെള്ളത്തുള്ളിയാണ്. നുകർന്ന, ആസ്വദിച്ച. നെടുവീർപ്പ്, നീണ്ട ശ്വാസം വിടൽ. പകിട്ട്, മോടി അല്ലെങ്കിൽ തിളക്കം. പരിഭവം, സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. ഇനി എന്താണ്? പാതയോരം, വഴിയരിക്. പുൽനാമ്പെന്നാണ്? പുല്ലിൻ്റെ മുളയാണ്. പ്രതിധ്വനി, മാറ്റൊലി. അടുത്തത് പ്രതിരോധിച്ചു. പ്രതിരോധിച്ചു, തടഞ്ഞു. ബഹുമതി എന്താണ്? ബഹുമാനം അല്ലെങ്കിൽ ആദരവാണ് ബഹുമതി. ബഹുമാനം അല്ലെങ്കിൽ ആദരവ്. മഴയിരമ്പം, മഴയുടെ ശബ്ദമാണ് മഴയിരമ്പം. മാർദ്ദവം, മിനുസമായതാണ് മാർദ്ദവം. മെയ്, കണ്ണ്, നേത്രം, നയനം. കണ്ണ്, നേത്രം, നയനം. മീയുടെ പര്യായം കണ്ണ്, നേത്രം, നയനം. മേട്, ഉയർന്ന നിരപ്പായ സ്ഥലമാണ് മേട്. എന്താണ്? ഉയർന്ന നിരപ്പായ സ്ഥലം എന്താണ്? മേടാട്ടോ. ഇനി രാജമുദ്ര, രാജാവിൻ്റെ മുദ്ര. ഇവിടെ കിരീടം എന്നും അർത്ഥമുണ്ട് കേട്ടോ. രാജമുദ്രക്ക് കിരീടം എന്നും അർത്ഥമുണ്ട്. ഒന്നുകിൽ രാജാവിൻ്റെ മുദ്ര അല്ലെങ്കിൽ കിരീടം. ഇനി ലാളിക്കുക, ഓമനിക്കുക. വാനമ്പാടി, മധുരമായി പാടുന്നൊരു പക്ഷിയാണ് വാനമ്പാടി. വിലാപം, കരച്ചിൽ. സാന്ത്വനം, ആശ്വസിപ്പിക്കൽ. സാന്ത്വനം, ആശ്വസിപ്പിക്കൽ. അപ്പോൾ പ്രതിരോധിച്ചു, തടഞ്ഞു. ബഹുമതി, ബഹുമാനം അല്ലെങ്കിൽ ആദരവ്. മഴയിരമ്പം, മഴയുടെ ശബ്ദം. മാർദ്ദവം, മിനുസം. മേയ്, കണ്ണ്, നേത്രം, നയനം. മേട്, ഉയർന്ന നിരപ്പായ സ്ഥലം. രാജമുദ്ര, രാജാവിൻ്റെ മുദ്ര. പിന്നെന്താണ്? കിരീടം. രാജാവിൻ്റെ മുദ്ര അല്ലെങ്കിൽ കിരീടമാണ് രാജമുദ്ര. ലാളിക്കുക, ഓമനിക്കുക. വാനമ്പാടി, മധുരമായി പാടുന്നൊരു പക്ഷിയാണ്. വിലാപം, കരച്ചിൽ. സാന്ത്വനം, ആശ്വസിപ്പിക്കൽ. അപ്പോൾ ഭാഗം 1-ലെ 1ാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമുക്കിനി 2ാമത്തെ യൂണിറ്റിലത്തെ പദങ്ങൾ നോക്കാം. അട്ടഹാസം, അലർച്ച. അട്ടഹാസം, അലർച്ചയാണ്. അരകല്ല്, അരയ്ക്കുന്ന കല്ല്. ആശു, പെട്ടെന്ന്. ഉച്ചിക്കുടുമ, നെറുകയിൽ കെട്ടിയ മുടിയാണ് ഉച്ചിക്കുടുമ.
ഇനി എന്താണ് ഉദ്വേഗജനകം, അമ്പരപ്പുണ്ടാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന. ഉദ്വേഗജനകം എന്താണ്? അമ്പരപ്പുണ്ടാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന. എടുപിടിന്ന്, വളരെ പെട്ടെന്ന്. എടുപിടിന്ന്, വളരെ പെട്ടെന്ന്. കാന്തി, ശോഭ അല്ലെങ്കിൽ തിളക്കമാണ് കാന്തി. കേശം എന്താണ്? തലമുടിയാണല്ലേ, കേശം തലമുടി. കൊഞ്ചും മൊഴി, കൊഞ്ചിപ്പറയലാണ് കൊഞ്ചും മൊഴി. ക്ഷ പിടിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെട്ടു. ക്ഷ പിടിച്ചു, നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. മട്ടഹാസം, അലർച്ച, അരകല്ല്, അരയ്ക്കുന്ന കല്ല്. ആശു, പെട്ടെന്ന്. ആശു എന്താണ്? പെട്ടെന്ന്. ഉച്ചിക്കുടുമ, നെറുകയിൽ കെട്ടിയ മുടിയാണ്. ഉദ്വേഗജനകം, അമ്പരപ്പുണ്ടാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന. എടുപിടിന്ന്, വളരെ പെട്ടെന്ന്. കാന്തി, ശോഭ അല്ലെങ്കിൽ തിളക്കം. കേശം, തലമുടി. കൊഞ്ചും മൊഴി, കൊഞ്ചിപ്പറയൽ. ക്ഷ പിടിച്ചു, നന്നായി ഇഷ്ടപ്പെട്ടു. ചിണുക്കി, കുടുക്കി. ചിണുക്കി എന്ന് പറഞ്ഞാൽ കുടുക്കി. ചെങ്കുത്തായ, നേരെ കുത്തനെയുള്ള അല്ലെങ്കിൽ കീക്കാൻ തൂക്കായ. ചെങ്കുത്തായ എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെയുള്ള അല്ലെങ്കിൽ കീക്കാൻ തൂക്കായ. ചെമ്പ്, അടപ്പുള്ള ചെറിയ പാത്രമാണ് ചെമ്പ്. ചെമ്പിച്ച, ചെമ്പിൻ്റെ നിറമുള്ള. നെട്ട്, പൂവിനെയും ഇലയും തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് നെട്ട്. ഞൊറി, വസ്ത്രത്തിൽ ഭംഗിയാക്കി ഉണ്ടാക്കുന്ന മടക്കുകളാണിത് ഞൊറി. ഞൊറിഞ്ഞു, ഞൊറിയിട്ടുടുത്തു. തണ്ടികപ്പാവ എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ പാവയാണ് തണ്ടികപ്പാവ. തണ്ട്, തുഴ അല്ലെങ്കിൽ പങ്കായം അല്ലെങ്കിൽ പല്ലക്ക് എന്ന് പറയും കേട്ടോ. തണ്ട് എന്ന് പറഞ്ഞാൽ തുഴ എന്നർത്ഥമുണ്ട്, അതുപോലെ പല്ലക്ക് എന്നർത്ഥമുണ്ട്. തുഴ പറഞ്ഞാൽ പങ്കായം. അപ്പം തണ്ട്, തുഴ അല്ലെങ്കിൽ പല്ലക്ക്. തള്ളി വരുന്ന, ശക്തിയോടെ വരുന്നതാണ് തള്ളി വരുന്ന. തെളിച്ചം, പ്രകാശം അല്ലെങ്കിൽ പ്രസന്നത. ദശാന്തരം, സന്ദർഭം. ദശാന്തരം സന്ദർഭമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ചിണുക്കി, കുടുക്കി, ചെങ്കുത്തായ, നേരെ കുത്തനെയുള്ള അല്ലെങ്കിൽ കീക്കാൻ തൂക്കായ. ചെമ്പ്, അടപ്പുള്ള ചെറിയ പാത്രമാണ്. ചെമ്പിച്ച, ചെമ്പിൻ്റെ നിറമുള്ള. നെട്ട്, പൂവിനെയും ഇലയും തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് നെട്ട്. ഞൊറി, വസ്ത്രത്തിൽ ഭംഗിയാക്കി ഉണ്ടാക്കുന്ന മടക്കുകളാണ്. ഞൊറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞൊറിയിട്ടുടുത്തു. തണ്ടികപ്പാവ എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ പാവയാണ്. തണ്ട്, തുഴ അല്ലെങ്കിൽ പല്ലക്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തുഴ, പങ്കായം അല്ലെങ്കിൽ പല്ലക്ക്. തള്ളി വരുന്ന, ശക്തിയോടെ വരുന്ന. തെളിച്ചം, പ്രകാശം അല്ലെങ്കിൽ പ്രസന്നത. ദശാന്തരം, സന്ദർഭം. ദശാന്തരം, സന്ദർഭം. അടുത്തത് പെരിയ എന്ന് പറഞ്ഞാൽ വലിയ. ബമ്പൻ, വമ്പൻ. മരതകം, പച്ച നിറമുള്ള രത്നമാണ് മരതകം. മലരണിക്കാട് എന്ന് പറഞ്ഞാൽ പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാടാണ് മലരണിക്കാട്. മണ്ടുക, ഓടുക. മാരുതൻ, കാറ്റാണ്. അതുപോലെ മെയ്, കണ്ണ്. മുന്നി, മുഖമാണ്. മുന്നി പറഞ്ഞാൽ മുഖം. മുമ്പൻ, മുന്നിൽ എത്തുന്ന ആളാണ് മുമ്പൻ. മുഴുപ്പ്, വണ്ണം. വമ്പിച്ച, വലിയ എന്നർത്ഥമുണ്ട്. അതുപോലെ വലഞ്ഞു, തളർന്നു. അതുപോലെ വിരുദ്ധൻ, സമർത്ഥൻ. അപ്പോൾ പെരിയ എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ് അർത്ഥം. അതുപോലെ ബമ്പൻ, വമ്പനാണ്. മരതകം, പച്ച നിറമുള്ള രത്നം. മലരണിക്കാട് എന്നാണ് പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാടാണ്. മണ്ടുക, ഓടുക. മാരുതൻ എന്താണ്? കാറ്റാണ് കേട്ടോ. മാരുതൻ, കാറ്റ്. മിഴി, കണ്ണ്. മുന്നി പറഞ്ഞാൽ എന്താണ്? മുന്നി, മുഖമാണ്. മുമ്പൻ, മുന്നിലെത്തുന്ന ആളാണ് മുമ്പൻ. മുഴുപ്പ്, വണ്ണം. വമ്പിച്ച, വലിയ. വലഞ്ഞു, തളർന്നു. വിരുദ്ധൻ, സമർത്ഥൻ. അടുത്തത് എന്താണ്? വെല്ലുവിളി. വെല്ലുവിളി, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഏറ്റെടുക്കാനുള്ള ആഹ്വാനമാണ് വെല്ലുവിളി. ലസൽ എന്ന് പറഞ്ഞാൽ ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന. ഇമ്പോർട്ടൻ്റ് ആണ്. ലസൽ എന്താണ്? ശോഭിക്കുന്ന അല്ലെങ്കിൽ ലസിക്കുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. ലസിക്കുന്ന എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നാണ്. ശീല, തുണി. അപ്പോൾ ലസൽ, ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന. ശീല എന്ന് പറഞ്ഞാൽ തുണിയാണ്. അപ്പോൾ വെല്ലുവിളി, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഏറ്റെടുക്കാനുള്ള ആഹ്വാനമാണ്. ലസൽ, ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന. ശീല, തുണി. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ യൂണിറ്റിലെ പദങ്ങൾ. ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റാണ് നോക്കാനുള്ളത്. അഗാധത. അഗാധത ആഴമാണ്. അസഹ്യം, സഹിക്കാൻ കഴിയാത്തത്. ആളുക എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക. ഇരമ്പം, മുഴക്കം. ഉദ്വേഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നതാണ് ഉദ്വേഗജനകം. ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കുക. കണ്ണട്ട്, കണ്ണുറപ്പിച്ച്. കളഗാനം എന്ന് പറഞ്ഞാൽ മധുരമായ പാട്ടാണ്. കവല, 3-4 റോഡുകൾ കൂടിച്ചേരുന്നൊരു സ്ഥലമാണ് കവല. കൂര എന്ന് പറഞ്ഞാൽ കുടിൽ അല്ലെങ്കിൽ ചെറിയ പുരയാണ് കൂര. അപ്പം എന്താണ്? അഗാധത ആഴമാണ്. അസഹ്യം, സഹിക്കാൻ കഴിയാത്തത്. ആളുക, ജ്വലിക്കുക. ഇരമ്പം, മുഴക്കം. ഉദ്വേഗജനകം എന്ന് പറഞ്ഞാൽ ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഉറ്റുനോക്കുക, സൂക്ഷിച്ചു നോക്കുക. കണ്ണട്ട്, കണ്ണുറപ്പിച്ച്. കളഗാനം, മധുരമായ പാട്ടാണ് കളഗാനം. കവല എന്താണ്? 3-4 റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് കവല. കൂര എന്ന് പറഞ്ഞാൽ കുടിൽ അല്ലെങ്കിൽ ചെറിയ പുരയാണ് കൂര.
അടുത്തത് എന്താണ്? കൊല്ലി. കൊല്ലി എന്ന് പറഞ്ഞാൽ മലയിടുക്കാണ് കൊല്ലി. ചിന്നിയ എന്ന് പറഞ്ഞാൽ ചിതറിയ. ചെങ്കുത്തായ കുത്തനെയുള്ള. തൂവെള്ള നല്ല വെള്ളയാണ് തൂവെള്ള. തൊണ്ണ് എന്ന് പറഞ്ഞാൽ മോണയാണ്. അതുപോലെ ദൃശ്യം കാഴ്ച. ഏതൊക്കെയാണ്? കൊല്ലി, മലയിടുക്ക്, ചിന്നിയ, ചിതറിയ, ചെങ്കുത്തായ കുത്തനെയുള്ള, തൂവെള്ള നല്ല വെള്ളയാണ്, തൊണ്ണ് മോണ, ദൃശ്യം കാഴ്ച. ഇനി നാൽവർ എന്ന് പറഞ്ഞാൽ 4 പേരാണ്. നിത്യവേല ദിവസവും ചെയ്യുന്ന ജോലിയാണ് നിത്യവേല. നിരത്ത്, വഴി അല്ലെങ്കിൽ റോഡ്. നിശേഷം ബാക്കി വെക്കാതെ. നിശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി വെക്കാതെ. നൂലിട എന്ന് പറഞ്ഞാൽ നൂൽ കടക്കാനാവുന്ന വിടവാണ്, അല്ലെങ്കിൽ വളരെ ചെറിയ വിടവിനെയാണ് നൂലിട എന്ന് പറയുന്നത്. നേരം പോക്ക്, തമാശ. പടലം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് കേട്ടോ. പടലം എന്താണ്? കൂട്ടം. പ്രതീതി തോന്നൽ. പ്രതീതി തോന്നലാണ്. മന്ത്രം പതിഞ്ഞത്. മന്ത്രം എന്താണ്? പതിഞ്ഞത്. മന്നിടം. മന്നിടം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ. ഭൂമിൻ്റെ പര്യായമാണ് മന്നിടം. വാരൊളി എന്ന് പറഞ്ഞാൽ നല്ല ശോഭയുള്ളതാണ് വാരൊളി. അപ്പം നാൽവർ 4 പേരാണ്. നിത്യവേല ദിവസവും ചെയ്യുന്ന ജോലി. നിരത്ത്, വഴി അല്ലെങ്കിൽ റോഡ്. നിശേഷം എന്ന് പറഞ്ഞാൽ ബാക്കി വെക്കാതെ. നൂലിട എന്ന് പറഞ്ഞാൽ നൂൽ കടക്കാനാവുന്ന വിടവ് അല്ലെങ്കിൽ വളരെ ചെറിയ വിടവാണ് നൂലിട. നേരം പോക്ക് തമാശയാണ്. പടലം എന്താണ്? കൂട്ടം. പടലം കൂട്ടം. പ്രതീതി തോന്നലാണ്. മന്ത്രം പതിഞ്ഞത്. മന്നിടം ഭൂമി. പിന്നെന്താണ്? വാരൊളി നല്ല ശോഭ. അടുത്തത് വിദൂര വീക്ഷണം. അകലേക്കുള്ള നോട്ടമാണ് വിദൂര വീക്ഷണം. അകലേക്കുള്ള നോട്ടം. വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം. വിസ്മയം അത്ഭുതം. ഇതെന്താണ്? വെക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗമാണ്. വെക്കം വേഗം. വേനൽ പൂട്ട്. വേനൽ അവധിക്കാണ് വേനൽ പൂട്ട് എന്ന് പറയുന്നത്. ശൈത്യം തണുപ്പ്. സർപ്പശിരസ് പാമ്പിൻ്റെ തല. ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ളതാണ് ഹരിതാപം. അപ്പം നേരം പോക്ക് തമാശയാണ്. പടലം എന്താണ്? കൂട്ടം. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? പ്രതീതി തോന്നൽ. മന്ത്രം പതിഞ്ഞത്. മന്നിടം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായമാണ്. ഇനി വാരൊളി എന്ന് പറഞ്ഞാൽ നല്ല ശോഭ. വിദൂര വീക്ഷണം അകലേക്കുള്ള നോട്ടമാണ്. വിസ്മയം അത്ഭുതം. വെക്കം എന്ന് പറഞ്ഞാൽ വേഗം. ഇമ്പോർട്ടൻ്റ് ആണ്. വെക്കം എന്താണ്? വേഗം. വേനൽ പൂട്ട് വേനൽ അവധി. ശൈത്യം തണുപ്പാണ്. സർപ്പശിരസ് പാമ്പിൻ്റെ തല. ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ളതാണ് ഹരിതാപം. അങ്ങനെ നമ്മൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പദങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നോക്കാം. പാർട്ട് 2വിൽ ടോട്ടൽ 2 യൂണിറ്റ് ആണുള്ളത്. ഓരോ യൂണിറ്റിലും 3 പാഠഭാഗങ്ങൾ വീതം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4ാമത്തെ യൂണിറ്റിലെ പദങ്ങളാണ് അടുക്ക്, ക്രമം. അടുക്ക് എന്താണ്? ക്രമമാണ്. അപാരമായി എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം. അപാരമായി എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ വളരെയധികം. അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാലോ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടമാണ് അപ്പാർട്ട്മെന്റ്. അപ്പോൾ അടുക്ക് എന്ന് പറഞ്ഞാൽ ക്രമമാണ്. അപാരമായി അതിരില്ലാതെ അല്ലെങ്കിൽ വളരെയധികം. അപ്പാർട്ട്മെന്റ് എന്നാൽ എന്താണ്? ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടമാണെന്ത്? അപ്പാർട്ട്മെന്റ്. അടുത്തത് ആവാസ കേന്ദ്രം. ആവാസ കേന്ദ്രം വാസസ്ഥലമാണ്. ഉന്മാദം മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉന്മാദം. ഊടുവൈ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ വൈ അല്ലെങ്കിൽ ഇടവൈക്കാണ് ഊടുവൈ എന്ന് പറയുന്നത്. ഊടുവൈ വീതി കുറഞ്ഞ വൈയാണ് അല്ലെങ്കിൽ ഇടവഴി. ഊറ്റുകാർ എന്ന് പറഞ്ഞാൽ എന്താ? ഊറ്റിയെടുക്കുന്നവരാണ് ഊറ്റുകാർ. എമ്പാടും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. എമ്പാടും എല്ലായിടത്തും. ഇനി ഒടപ്പിറന്നോൾ എന്ന് പറഞ്ഞാൽ പെങ്ങൾ അല്ലെങ്കിൽ സഹോദരിയാണ്. ഒടവല മീൻ എന്ന് പറഞ്ഞാൽ ഒരിനം പുഴമീനാണ് ഒടവല മീൻ അല്ലെങ്കിൽ ഒടതല എന്നും പറയും. ഇനി കലി ഇളകുക എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് സമനില തെറ്റുകയാണ് കലി ഇളകുക. അടുത്തത് കിള്ളി പറഞ്ഞാൽ കിള്ളിയാറാണ്. അതായത് കരമനയാറിൻ്റെ കൈവഴി ആയിട്ടുള്ള കിള്ളിയാറാണ് കിള്ളി എന്ന് പറയുന്നത്. കൂലം എന്ന് പറഞ്ഞാൽ കര അല്ലെങ്കിൽ തീരമാണ് കൂലം. കൂലം എന്താണ്? കര അല്ലെങ്കിൽ തീരം. കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ കര തകർക്കുക എന്നാണ് കൂലം കുത്തുക. കൂലം കുത്തുക കര തകർക്കുക. കിളവി വൃദ്ധ. ചെമ്പാവരി എന്ന് പറഞ്ഞാൽ മട്ട അരി അല്ലെങ്കിൽ തവിട്ട് നിറം ഉള്ള അരിയാണ് ചെമ്പാവരി. ചിലപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. ഇനി എന്താണ്? ആവാസ കേന്ദ്രം വാസസ്ഥലമാണ്. ഉന്മാദം മനസ്സിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ഊടുവൈ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ വൈ അല്ലെങ്കിൽ ഇടവൈക്കാണ് ഊടുവൈ എന്ന് പറയുന്നത്. അടുത്തത് ഊറ്റുകാർ എന്ന് പറഞ്ഞാൽ ഊറ്റിയെടുക്കുന്നവർ. എമ്പാടും എല്ലായിടത്തും. എമ്പാടും എല്ലായിടത്തും. ഒടപ്പിറന്നോൾ എന്ന് പറയുന്നത് പെങ്ങൾ അല്ലെങ്കിൽ സഹോദരിക്കാണ്. ഒടവല മീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനം പുഴമീനാണ് അല്ലെങ്കിൽ ഒടതല എന്ന് പറയും. കലി ഇളകുക കോപം കൊണ്ട് സമനില തെറ്റുക. കിള്ളി എന്ന് പറഞ്ഞാൽ കിള്ളിയാറാണ്. കരമനയാറിൻ്റെ കൈവഴിയായിട്ടുള്ള കിള്ളിയാറാണ് കിള്ളി.
കൂലം എന്ന് പറഞ്ഞാൽ കര അല്ലെങ്കിൽ തീരം. ഇമ്പോർട്ടൻ്റ് ആണ്. കൂലം എന്താണ്? കര അല്ലെങ്കിൽ തീരത്തിനാണ് പറയുന്നത്. കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ കര തകർക്കുക. കൂലം കുത്തുക, കര തകർക്കുക. കിളവി വൃദ്ധയാണ്. ചെമ്പാവരി എന്ന് പറഞ്ഞാൽ മട്ട അരി അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള അരിയാണ് ചെമ്പാവരി. ചിലപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, ചിലപ്പം, ചിലപ്പോൾ. അടുത്തത് തുണ, സഹായം അല്ലെങ്കിൽ കൂട്ട്. തുണ എന്ന് പറഞ്ഞാൽ സഹായം അല്ലെങ്കിൽ കൂട്ടാണ്. തുരുത്ത്, പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശത്തെയാണ് തുരുത്ത് എന്ന് പറയുന്നത്. തുവരുക എന്ന് പറഞ്ഞാൽ ഉണങ്ങുക അല്ലെങ്കിൽ തോരുക എന്നൊക്കെ പറയും. തന്താരിച്ച്, സംസാരിച്ച്. ദയനീയം എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നിക്കുന്നതാണ് ദയനീയം. നിരാലംബ, ആശ്രയമില്ലാത്തവളാണ് നിരാലംബ. നില എന്ന എന്താ? നില എന്ന വാക്കിൻ്റെ പ്രാദേശിക രൂപമാണ് അല്ലെങ്കിൽ വാമൊഴിയായിട്ടുള്ളതാണ് നില. നില എന്ന വാക്കിൻ്റെ പ്രാദേശിക രൂപമാണ് നില. നെടുവങ്ങാട്ട് എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട്ടാണ്. പാളി, പരാജയപ്പെട്ടു. പിന്നാണ കോപ്പ എന്ന് പറഞ്ഞാൽ പിന്നാണ പാത്രമാണ് പിന്നാണ കോപ്പ. പുള്ളാര് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പറയുന്നതാണ് പുള്ളാര്. പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ മുട്ട വിരിയാൻ അടയിരിക്കുന്നതാണ് പൊരുന്നിരിക്കുക. മുട്ട വിരിയാൻ അടയിരിക്കുന്നതാണ് പൊരുന്നിരിക്കുക. എന്താണ്? പൊഴിയുന്നു എന്ന് പറഞ്ഞാൽ തെരുതെരെ വീഴുന്നു അല്ലെങ്കിൽ പെയ്യുന്നു എന്നൊക്കെ പറയും. പൊഴിയുന്നു എന്ന് പറഞ്ഞാൽ തെരുതെരെ വീഴുന്നു, അതുപോലെ പെയ്യുന്നു. ഇതെന്താണ്? മട്ടുപ്പാവ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലത്തെയാണ് മട്ടുപ്പാവ് എന്ന് പറയുന്നത്. വീടിൻ്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലമാണ് മട്ടുപ്പാവ്. തുണ, സഹായം അല്ലെങ്കിൽ കൂട്ട്. തുരുത്ത്, പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശമാണ്. തൂവരുക എന്ന് പറഞ്ഞാൽ ഉണങ്ങുക അല്ലെങ്കിൽ തോരുക. തന്താരിച്ച്, സംസാരിച്ച്. ദയനീയം, സങ്കടം തോന്നിക്കുന്നത്. നിരാലംബ, ആശ്രയമില്ലാത്തവളാണ്. നില, നില എന്ന വാക്കിൻ്റെ പ്രാദേശിക രൂപമാണ്. നെടുവങ്ങാട്ട്, നെടുമങ്ങാട്ട്. പാളി, പരാജയപ്പെട്ടു എന്നാണ്. പിന്നാണക്കോപ്പ, പിന്നാണ പാത്രമാണ്. പുള്ളാര്, കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കാണ് പുള്ളാര് എന്ന് പറയുന്നത്. പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ മുട്ട വിരിയാൻ ഇടയിരിക്കുക എന്നാണ്. പൊഴിയുന്നു, തെരുതെരെ വീഴുന്നു അല്ലെങ്കിൽ പെയ്യുന്നു എന്നൊക്കെ പറയാം. മട്ടുപ്പാവ്, വീടിൻ്റെ മുകൾ നിലയിലെ തുറന്ന സ്ഥലം. അടുത്തത് മര്യാദയ്ക്ക്. മര്യാദയ്ക്ക് എന്നുള്ളതാണ് മര്യാദയ്ക്ക്. മായാലോകം, അത്ഭുതകരമായ ലോകത്തെയാണ് മായാലോകം. മുടുക്ക് എന്ന് പറഞ്ഞാൽ ഇടവഴിയാണ്. മുടുക്ക്, ഇടവഴി. മെനയുള്ള എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന. മെനയുള്ള, കൊള്ളാവുന്ന. മൊഴി, വാക്കാണ്. വങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊത്ത്. വങ്ക്, പൊത്താണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. വങ്ക് എന്താണ്? പൊത്ത്. പിന്നെന്താണ്? വാരിതം, മേഘമാട്ടോ. മേഘത്തിൻ്റെ പര്യായപദമാണ് വാരിതം. വിചിത്രം, അസാധാരണമാണ്. വിണ്ണ്, ആകാശമാണ്. ആകാശത്തിൻ്റെ ഒരു പര്യായമാണ് വിണ്ണ്. വിഷാദം, സങ്കടം. മര്യാദയ്ക്ക് എന്നുള്ളത് മര്യാദയ്ക്ക് എന്നുള്ളതാണ്. മായാലോകം, അത്ഭുതകരമായ ലോകമാണ്. മുടുക്ക് എന്താണ്? ഇടവഴി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുടുക്ക് എന്ന് പറഞ്ഞാൽ ഇടവഴിക്കാണ് പറയുന്നത്. മെനയുള്ള, കൊള്ളാവുന്ന. മൊഴി, വാക്കാണ്. വങ്ക്, പൊത്താണ്. വാരിതം, മേഘമാണ്. അതുപോലെ വിചിത്രം, അസാധാരണം. വിണ്ണ്, ആകാശം. വിഷാദം, സങ്കടം. ഇത്രയാണ് പാർട്ട് 2ലുള്ള ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബമാണ് അണുകുടുംബം. ആശിസ്, അനുഗ്രഹമാണ്. ആശിസ്, ആശിസ്സാട്ടോ അനുഗ്രഹം. എന്താണ്? ഓലക്കായ് എന്ന് പറഞ്ഞാൽ ഓലകളാകുന്ന കൈയാണ്. ഓലക്കായ്, ഓലകളാകുന്ന കൈ. ഇനി ചടുല നർത്തനം, അതിവേഗത്തിലുള്ള നൃത്തമാണ് ചടുല നർത്തനം. ചിന്താ നബസ് എന്ന് പറഞ്ഞാൽ ചിന്തയാകുന്ന ആകാശമാണ്. നബസ്, ആകാശമാണ്. അപ്പം ചിന്താ നബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തയാകുന്ന ആകാശം. ചേതോഹരം എന്ന് പറഞ്ഞാൽ മനോഹരമാണ് കേട്ടോ. ചേതോഹരം, മനോഹരം. താങ്ങുകമ്പ്, വള്ളികൾക്ക് മേലോട്ട് വളരാൻ താങ്ങായി കൊടുക്കുന്ന കമ്പാണ് താങ്ങുകമ്പ്. ഇനി നിപുണർ എന്ന് പറഞ്ഞാൽ മിടുക്കരാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നിപുണർ എന്താണ്? മിടുക്കർ. അപ്പോൾ ഒന്നുകൂടി പറയാം. അണുകുടുംബം, ചെറിയ കുടുംബം. ആശിസ്, അനുഗ്രഹമാണ്. ഓലക്കായ്, ഓലകളാകുന്ന കൈ കേട്ടോ. ഓലക്കൈ എന്താണ്? ഓലകളാകുന്ന കൈ. ചടുല നർത്തനം, അതിവേഗത്തിലുള്ള നൃത്തമാണ്. ചിന്താനമസ് എന്താണ്? ചിന്തയാകുന്ന ആകാശമാണ്. ഈ ചേതോഹരം, മനോഹരമാണ്. താങ്ങുകമ്പ്, വള്ളികൾക്ക് മേലോട്ട് പടരാൻ താങ്ങായി കൊടുക്കുന്ന കമ്പാണ്. നിപുണർ എന്ന് പറഞ്ഞാൽ മിടുക്കരാണ്. നിപുണർ, മിടുക്കർ. അടുത്തത് നേരുക എന്ന് പറഞ്ഞാൽ നൽകുക അല്ലെങ്കിൽ അർപ്പിക്കുക. പരമാധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അധികാരമാണ് പരമാധികാരം. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ വാസ്തവം അല്ലെങ്കിൽ ഏറ്റവും ശരിയായ കാര്യമാണ് പരമാർത്ഥം. പാരിടം എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോൾ ഭൂമിയുടെ ഒരു പര്യായം കൂടി നമ്മൾ പഠിച്ചു. പാരിടം ഭൂമിയുടെ ഒരു പര്യായമാണ്. ഇനി പാവനം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പാവനം, നല്ലത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാരിടം ഭൂമി, പാവനം എന്ന് പറഞ്ഞാൽ നല്ലത്. പിറുപിറുക്കുക, വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ് പിറുപിറുക്കുക. പുളു, നുണയാണ്. പെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്നു.
ബേഷ് എന്ന് പറഞ്ഞാൽ നന്നായി എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ബേഷ്. മാനവൻ മനുഷ്യനാണ്. മൊഴി വാക്ക്. മോട്ടോർ ബസ് കാറ് തുടങ്ങിയ വാഹനങ്ങളാണ് മോട്ടോർ. നേരുക നൽകുക അർപ്പിക്കുകയാണ് പരമാധികാരം, ഏറ്റവും വലിയ അധികാരം. പരമാർത്ഥം വാസ്തവം, അല്ലെങ്കിൽ ഏറ്റവും ശരിയായത്. പാരിടം ഭൂമിയാണ്. പാവനം നല്ലത്. പിറുപിറുക്കുക വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. പുളു നുണയാണ്. പെടുക്കുന്നു മൂത്രമൊഴിക്കുന്നു. ബേഷ് നന്നായി എന്നതിന് ഉപയോഗിക്കുന്ന വാചകമാണ്. അതുപോലെ മാനവൻ മനുഷ്യനാണ്. മൊഴി വാക്ക്. മോട്ടോർ ബസ് കാറ് തുടങ്ങിയ വാഹനങ്ങളാണ് മോട്ടോർ. അടുത്തത് എന്താണ്? ലാളന ഓമനിക്കലാണ്. വങ്ക് പൊത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ? വങ്ക് പൊത്ത്. വാരിധം മേഘമാണ് കേട്ടോ. വാരിധം മേഘം. വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. വിചാരശില്പം ഭാവനയിലുള്ള രൂപമാണ് വിചാരശില്പം. വിണ്ണ് ആകാശം. വിഷാദം എന്താണ്? സങ്കടമാണ്. വിഷാദം സങ്കടം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ലാളന ഓമനിക്കലാണ്. വങ്ക് പൊത്ത്. വാരിധം മേഘം. വിഘ്നം തടസ്സം. വിചാരശില്പം ഭാവനയിലുള്ള രൂപമാണ്. വിണ്ണ് ആകാശം. വിഷാദം സങ്കടം. അടുത്തത് വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്. സൂര്യകരങ്ങൾ സൂര്യരശ്മികളാണ് സൂര്യകരങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്നിഗ്ധഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞ ഭാവമാണ് സ്നിഗ്ധഭാവം. സ്നേഹഗംഭീര എന്ന് പറഞ്ഞാൽ സ്നേഹവും ഗാംഭീര്യവും നിറഞ്ഞവളാണ് സ്നേഹഗംഭീര. ഇത് സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കാനുള്ള കഴിവാണ് സ്വാധീന ശക്തി. മെയ് എന്ന് പറഞ്ഞാൽ ശരീരം. മനം മനസ്സാണ്. മലർ പൂവ്. അകം ധരിക്കുക എന്ന് പറഞ്ഞാൽ കുളിരണിയുക. അങ്ങനെ നമ്മൾ സെക്കൻഡ് യൂണിറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് മലയാളം സെക്കൻഡിലെ പദങ്ങളൊക്കെ നോക്കാം. മലയാളം സെക്കൻഡിലും 3 യൂണിറ്റ് ആണുള്ളത്. 3 യൂണിറ്റിലും 3 ചാപ്റ്റേഴ്സും ഉണ്ട്. മലയാളം ഫസ്റ്റിൽ ചെയ്ത പോലെ നമുക്ക് ഓരോ യൂണിറ്റിലെയും പുതിയ പദങ്ങൾ നോക്കാം. അടിയറവ്. അടിയറവ് തോൽവി. അന്നങ്ങൾ എന്താണ്? അന്നങ്ങൾ അരയന്നങ്ങളാട്ടോ. അന്നങ്ങൾ അരയന്നങ്ങൾ. അരയന്നങ്ങളാണ് അന്നങ്ങൾ. ഇനി അന്നൽ എന്ന് പറഞ്ഞാൽ എന്താ? അന്നൽ അരയന്നം. അരയന്നമാണ് അന്നൽ എന്ന് പറയുന്ന അരയന്നം. അപ്പോൾ അന്നങ്ങൾ എന്താണ്? അരയന്നങ്ങളാണ്. അന്നൽ അരയന്നമാണ്. ഇനി അപൂർവത എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്ത സ്ഥിതി അല്ലെങ്കിൽ അസാധാരണത്വം. അസാധാരണത്വമാണ് അപൂർവത. ഇനി അർദ്ധവൃത്താകാരം നമുക്കറിയാം പകുതി വൃത്തത്തിൻ്റെ ആകൃതിയാണ് അല്ലേ? അർദ്ധവൃത്താകാരം. ഇനി അല പറഞ്ഞാൽ എന്താണ്? ഓളമാണ് കേട്ടോ. അല ഓളം. അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഇനി എന്താണ്? ആക്കം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആക്കം ശക്തി. ഇനി ആർക്കുക എന്നാൽ വിളിച്ചു കൂവുകയാണ്. ഇനി എന്താണ്? ആസ്വാദ്യകരം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാവുന്നത്. ഇതരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള. എന്നാൽ ഉദരം എന്താണ്? ഉദരം വയറാണ്. അപ്പം ഇതരം മറ്റുള്ള, ഉദരം വയർ. അടുത്തത് ഊഴം അവസരമാണ് കേട്ടോ. ഊഴം അവസരം. എടുപ്പ് ഉയരമുള്ള കെട്ടിടത്തിന് എടുപ്പ് എന്ന് പറയും. അതുപോലെ എലിമെൻ്ററി എന്ന് പറഞ്ഞാൽ പ്രൈമറി. എലിമെൻ്ററി പ്രൈമറി. കന്നുകൾ കന്നുകാലികൾക്ക് കന്നുകൾ എന്നും പറയും കേട്ടോ. കന്നുകാലികൾക്ക് കന്നുകൾ എന്നും പറയും. ഇനി കാകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്ക. കാകൻ കാക്ക. കാനനം കാട് അല്ലെങ്കിൽ വനം. ഇനി എന്താണ്? കിളുന്ന് എന്ന് പറഞ്ഞാൽ ഇളയത്. കിളുന്ന് ഇളയത്. കുത്തക പൂർണ്ണാവകാശമാണ്. കുത്തക. കുത്തക പൂർണ്ണാവകാശമാണ്. കുരുടിച്ച കുറുകിയ അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത. കുരുടിച്ച കുറുകിയ അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത. കേകി എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽ മയൂരം. അപ്പോൾ എന്താണ്? കാകൻ കാക്കയാണ്. കേകി എന്നാൽ മയിൽ എന്ന് പറയും. അതുപോലെ മയൂരം. മയിൽ നമുക്കറിയാം. മയൂരം എന്നുള്ള ഒരു പര്യായം കൂടി ഉണ്ടല്ലേ. അപ്പോൾ കേകി മയിൽ മയൂരമാണ് കേകി. ഇനി എന്താണ്? കൈലേസ് എന്ന് പറഞ്ഞാൽ തൂവാല അല്ലെങ്കിൽ ടവൽ. ഇനി കോകിലം എന്ന് പറഞ്ഞാൽ കുയിലാണ് കേട്ടോ. കോകിലം കുയിലാണ്. ക്ഷുഭിതൻ എന്താണ്? കോപിച്ചവൻ. ചാലെ നന്നായി. ചാലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി. ചിറകൊളി ചിറകിൻ്റെ ഭംഗി. അടുത്തത് ദൃശ്യം കാഴ്ചയാണ്. ദൈർഘ്യം നീളം. ദ്രുതചലനം വേഗത്തിലുള്ള ചലനം. നന്ദി കരുതി അല്ലെങ്കിൽ വിചാരിച്ചു. നന്ദി എന്ന് പറഞ്ഞാൽ കരുതി വിചാരിച്ചു. നന്ദതനുജൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദൻ്റെ മകൻ. അല്ലാതെ ശ്രീകൃഷ്ണനെയാണ് നന്ദതനുജൻ എന്ന് പറയുന്നത്. നന്ദൻ്റെ മകൻ. ഇനി നിർണയിക്കുക നിശ്ചയിക്കുക എന്നാണ്. നൂയിന്ന് കയറ്റും കുനിന്ന് കയറലാണ് നൂയിന്ന് കയറ്റും. നൊടി നേരം അല്പ സമയം. ഇനി എന്താണ്? പരമാവധി അങ്ങേയറ്റം. പാടവം സാമർത്ഥ്യം. പിണയുക പറ്റുക അല്ലെങ്കിൽ വന്നു ചേരുകയാണ്. ഇനി പേശുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. പേശുക പറയുക. പൈതങ്ങൾ എന്താണ്? കുട്ടികളാണ്. പ്രതിരൂപങ്ങൾ പ്രതിബിംബങ്ങളാണ്. അടുത്തത് എന്താണ്? പ്രഥമം. പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്. ഭാജനം പാത്രമാട്ടോ. അപ്പോൾ ഭാജനം എന്താണ്? പാത്രം. പാത്രത്തിനെയാണ് ഭാജനം എന്ന് പറയുന്നത്. ഭോജനം ഭക്ഷണമാണ്.
അപ്പോൾ ഭാജനം പാത്രം, ഭോജനം ഭക്ഷണം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭാജനത്തിൽ ഭോജനം, അങ്ങനെ പഠിച്ചാൽ മതി. ഭാജനം എന്താണ്? പാത്രം, ഭോജനം ഭക്ഷണം. മാറിപ്പോയത് കേട്ടോ. ഇനി മാറ്റൊലി പ്രതിധ്വനി അല്ലെങ്കിൽ മുഴക്കമാണ് മാറ്റൊലി എന്ന് പറയുന്നത്. ഇനി രോഷം, ദേഷ്യം, കോപം. ലീല എന്നാണ് കളിയാണ്. ഇനി എന്താണ്? വഴങ്ങുക, കീഴ്പ്പെടുക. ഇനി വാനരം കുരങ്ങനാണ്. വിപുലം വിസ്താരമുള്ള. സാമഗ്രി സാധനം ഉപകരണം. സുപരിചിതം നന്നായി പരിചയമുള്ള. സുലഭം ഇധാരാളമായി കിട്ടുന്നതാണ് സുലഭം. സൂക്ഷ്മം വളരെ ചെറുത്. ഹംസം അരയന്നം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് കൊടുത്തിട്ടുള്ള പദങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. അക്ഷയം നശിക്കാത്തത്. അപ്പോൾ ക്ഷയം എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ അക്ഷയം നശിക്കാത്തത്. അന്ധ കാഴ്ചയില്ലാത്തവളാണ്. അമ്പോട് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ. അലോഗ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ദേഷ്യമാണ് അലോഗ്യം. അളി വണ്ടാട്ടോ. അളി എന്താണ്? വണ്ടിനെയാണ് അളി എന്ന് പറയുന്നത്. അളി വണ്ട്. ഇരിക്കാപ്പൊറുതി മനസ്സിൻ്റെ സമാധാനം അല്ലെങ്കിൽ സ്വസ്ഥതയ്ക്കാണ് ഇരിക്കാപ്പൊറുതി എന്ന് പറയുന്നത്. മനസ്സിൻ്റെ സമാധാനം, സ്വസ്ഥത. ഉജ്ജ്വല നക്ഷത്രം, തിളങ്ങുന്ന നക്ഷത്രമാണ് ഉജ്ജ്വല നക്ഷത്രം. ഉരച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകും. ഉരച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. എന്താണ്? ഒക്കിൽ എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ ഒരു വശത്തിനെയാണ് ഒക്കിൽ എന്ന് പറയുന്നത്. ഒക്കിൽ അരക്കെട്ടിൻ്റെ ഒരു വശം. ഓരത്ത് സമീപം അല്ലെങ്കിൽ അരികെ എന്നാണ്. കഷ്ടത, വിഷമം. അടുത്തത് കുഴഞ്ഞുമറിയുക, സങ്കീർണമാവുക. അടുത്തത് കൂന്ന്, നന്നായി കുനിഞ്ഞ്. കൊന്നനം കുത്തുക, മുഖം കോട്ടി പരിഹസിക്കുന്നതിനാണ് കൊന്നനം കുത്തുക എന്ന് പറഞ്ഞാൽ. ഇനി കോറിയിടുക, കോറിയിടുക എന്താണ്? വരച്ചിടുക. കോലായ വീടിൻ്റെ ഇറയം അല്ലെങ്കിൽ വരാന്തക്കാണ് കോലായ എന്ന് പറയുന്നത്. ഇനി ക്ഷതം, മുറിവ്, പരുക്ക്. ചിണുങ്ങുക, കൊഞ്ചിപ്പറയുക, ചെറുതായി വാശി പിടിക്കുന്നതാണ് ചിണുങ്ങുക. ചെറുപ്പക്കാരനാണ് ചെറുബാല്യക്കാരൻ. തെരുവോരം, തെരുവിൻ്റെ അരികാണ് തെരുവോരം. ദുരന്തം, ആപത്ത്. പഴുത്, വിടവ്. പുലരാൻ കാലത്ത് അതിരാവിലെയാണ്. പെടാപ്പാട്, വലിയ കഷ്ടപ്പാട്. പൈതൽ, തീരെ ചെറിയ കുട്ടിയാണ് പൈതൽ. ഇനി ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം. മയക്കുവിദ്യ, മയക്കാനുള്ള സൂത്രമാണ് മയക്കുവിദ്യ. അടുത്തത് എന്താണ്? മരവിക്കുക, അനങ്ങാൻ കഴിയാതാവുകയാണ് മരവിക്കുക. മൂർധാവ്, നെറുകെ. ശശി, ചന്ദ്രൻ്റെ ഒരു പര്യായമാണ് ശശി. ഇനി ശുണ്ഠി, ദേഷ്യം, വാശി. സ്ഫുരിച്ച എന്നാൽ തെളിഞ്ഞ അല്ലെങ്കിൽ പ്രകാശിച്ച. ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു അറിയാതായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. പിന്നീട് ഒന്നുകൂടി റിവൈസ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ പദങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് യൂണിറ്റ് നോക്കാം. അകത്തളം, ഉള്ളിലെ മുറി. പണ്ടൊക്കെ അകത്തളം എന്നാണല്ലേ പറയാം. ഉള്ളിലുള്ള മുറികൾക്ക് അകത്തളം എന്നായിരുന്നു പറയാം. ഇനി അജണ്ട, കാര്യപരിപാടിക്കാണ് അജണ്ട. ആഗോളതാപനം, ഭൂമിയുടെ താപനില വർദ്ധിക്കലാണ് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ. ആജ്ഞാപിക്കുക, അധികാരത്തോടെ നിർദ്ദേശിക്കുകയാണ് ആജ്ഞാപിക്കുക. ആർദ്രത, ദയ അല്ലെങ്കിൽ അലിവാണ് ആർദ്രത. ഇനി എന്താണ്? ഇരുട്ടുള്ള മുറിയാണ് ഇരുട്ടറ. പിന്നെന്താണ്? ഉത്സാഹഭരിത, ഉത്സാഹം നിറഞ്ഞവളാണ് ഉത്സാഹഭരിത. ഉയിർപ്പ്, ജീവനാണ്. കുത്തിയൊഴുകുക, ശക്തമായി ഒഴുകുകയാണ് കുത്തിയൊഴുകുക. അടുത്തത് കുരുതി നശിപ്പിക്കലാണ്. കൂമ്പാരം, കൂന, കൂട്ടിയിട്ടതാണ് കൂമ്പാരം. ചമയ്ക്കുക, ഉണ്ടാക്കുക എന്നാൽ ഉണ്ടാക്കുകയാണ്. ഇനി എന്താണ്? ചഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രം. നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചത്? ഭാജനം എന്ന് പറയുന്ന പാത്രമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ചഷകവും പാത്രമാണ്. അപ്പോൾ പാത്രത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ചഷകം അതുപോലെ തന്നെ ഭാജനം, ചഷകം എന്നിവ പാത്രത്തിൻ്റെ പര്യായങ്ങളാണ് കേട്ടോ. അടുത്തത് ചെറയാണ്. ചെറ എന്താണ്? ജലാശയങ്ങളെ തടഞ്ഞു നിർത്തുന്ന വരമ്പ് അല്ലെങ്കിൽ ജലാശയം എന്നും അർത്ഥം കേട്ടോ. ചെറ കെട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായി പണ്ട്. അപ്പോൾ ചെറ എന്താണ്? ജലാശയങ്ങളെ തടഞ്ഞു നിർത്തുന്ന വരമ്പാണ് അല്ലെങ്കിൽ ജലാശയമാണ്. ഇനി എന്താണ്? ചേല്, ഭംഗിയാണ്. ജീവിതശൈലി, ജീവിത രീതി. തല പുകയ്ക്കുക, പ്രയാസപ്പെടുകയാണ്. തുളുമ്പുക, കവിഞ്ഞു പുറത്തേക്ക് വീഴുകയാണ്. ദ ഗാർഡിയൻ, പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പത്രമാണിത്. ദ ഗാർഡിയൻ. ഇനി ദൈന്യത, സങ്കടം, ക്ഷീണം. എന്താണ്? നന്മത്തിരി, നന്മയുടെ തിരിയാണ് നന്മത്തിരി. പതിയെ, പതുക്കെ. അപ്പം നന്മത്തിരി എന്താണ്? നന്മയുടെ തിരി എന്നാണ് കേട്ടോ. പതിയെ, പതുക്കെ. പരിഹാരം, തീർപ്പ്. പരിഹാസം, കളിയാക്കൽ. പരുവം എന്ന് പറഞ്ഞാൽ പാകമാകൽ.
ഇനി എന്താണ് പളുങ്കുപാത്രം, ചില്ലുപാത്രം. നന്മത്തിരി, നന്മയുടെ തിരി എന്നാണ് കേട്ടോ. നന്മത്തിരി, നന്മയുടെ തിരി. പതിയെ പതിയെ, പതുക്കെ പതുക്കെ. പരിഹാരം, തീർപ്പ്. പരിഹാസം, കളിയാക്കൽ. പരുവം എന്താണ്? പാകമാകൽ. പരുവം, പാകമാകൽ. പളുങ്കുപാത്രം, ചില്ലുപാത്രം. അപ്പോൾ പളുങ്കുപാത്രം എന്ന് പറഞ്ഞാൽ ചില്ലുപാത്രമാണ് കേട്ടോ. ഇനി പ്രയത്നം, അധ്വാനമാണ്. പ്രസാദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. പ്രൗഢം, ഗംഭീരം. മലയാളം ഫസ്റ്റിലെ പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ മലയാളം സെക്കൻഡും നോക്കില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കട്ടോ. മലയാളം ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പദങ്ങളും നമുക്ക് നോക്കാനുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.